എല്ലാവർക്കും മല്ലു കിച്ചണിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിശാൽ. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും എളുപ്പമായി വളരെ ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇതങ്ങനെ പ്രത്യേകിച്ച് ആഡംബരമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ ഏതൊരു സമയത്തും നമ്മൾ അടുക്കളയിലേക്ക് ഓടിച്ചിരുന്നാൽ നമുക്ക് തപ്പിയെ കിട്ടുന്ന 1-2 ഐറ്റം വെച്ചുള്ളൊരു കാര്യങ്ങളേ ഉള്ളൂ. ഇതുകൊണ്ട് നമുക്ക് വളരെയധികം നമുക്കിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമുക്കൊരു ലഞ്ചോ ഒരു ഡിന്നറോ ഇനി അത് നമുക്ക് എപ്പോൾ വിശക്കുന്നു നമുക്ക് അപ്പോൾ പോയി ഉണ്ടാക്കി തിന്നാൻ പറ്റുന്നൊരു കാര്യമാണ്. നമുക്ക് എന്ത് പേരിട്ട് വേണം എന്നെ വിളിക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് വേണ്ടത് മുട്ടയും ബ്രെഡും ആയതുകൊണ്ട് നമുക്കിതിനെ മുട്ട കൊണ്ട് നമുക്കൊരു 4 കെട്ട് അങ്ങനെ ഒരു പേരിട്ട് ഞാനിപ്പോൾ വിളിക്കാം. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് കാണാം. നമുക്കിതിന് വേണ്ടത് ഒരു ഹാഫ് സവാള എടുത്തിട്ട് എത്രയും ചെറുതായിട്ട് അരിയാമോ അത്രയും ചെറുതായിട്ട് അരിയുക. പിന്നെ കുറച്ച് തേങ്ങ തിരുമിയത്, പിന്നെ ഒരു 3 മുട്ട ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് പച്ചമുളക്, അത് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അരിയുക, അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് ഞാനിവിടെ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, കാരണം ഞാൻ കുറച്ച് കുരുമുളക് ആഡ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എരിവായി കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കോക്കനട്ട് ഓയിൽ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ്, പിന്നെ ബ്രെഡ്. ഇത്രയാണ് നമുക്കിവിടെ വേണ്ടത്. ഇനി നമ്മൾ ഇതിനൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ആദ്യം ഒരു ബ്രെഡ് എടുത്തിട്ട് ഞാനിപ്പോൾ ഓൾറെഡി ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നടുക്കാണ്ട് ഏകദേശം ഇത്ര ഒരു വിട്ട് നമ്മൾ വിട്ടിട്ട് നമ്മളാണ് ഇങ്ങനെ ഒരു സ്ക്വയർ ഇങ്ങനെ കട്ട് ചെയ്ത്, സ്ക്വയറാണ് ഞാൻ ഉദ്ദേശിച്ചത്, വന്നത് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മളെടുത്തിട്ട് നമ്മളിതിനെടുത്താണ് ഇങ്ങനെ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെക്കുക. ആ ദൈവത്തെ ഓർത്ത് കളയരുത്, നമുക്കത് ആവശ്യം ഉള്ളൊരു കാര്യമാണ്. നമ്മളിതിനെടുത്ത് നമ്മൾ സൈഡിലോട്ട് മാറ്റി വെക്കുന്നു. ഇനി ഇതിനെടുത്ത് വേറൊരു ബ്രെഡിനെടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ബ്രെഡും ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്യാറാക്കുന്ന വിധം നോക്കാം. നമ്മൾ ആദ്യം പാൻ ഒന്ന് ചൂടാക്കുക. ചൂടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹൈലിട്ട് നമ്മൾ ഒരിക്കലും ചൂടാക്കരുത്. ചൂടാക്കി കഴിഞ്ഞാൽ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളൊരു മീഡിയം ഇടുക. മീഡിയം ഇട്ട് നമ്മളൊന്ന് പാൻ ഒന്ന് ചൂടാക്കാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ പാനൊക്കെ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ശകലം നമുക്കൊന്ന് ഇതാകാനായിട്ട് മതി. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാനാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ എണ്ണ ആഡ് ചെയ്തിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ എൻ്റെ ഒരു ഇതിന് വേണ്ടി ഞാനങ്ങ് ഇച്ചിരി എണ്ണ ആഡ് ചെയ്തതാണ്. ഇതിപ്പോൾ അത്യാവശ്യം നമുക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം നമുക്ക് ഈ ബ്രെഡ് എടുത്ത് നമുക്കൊന്ന് വെക്കാം. ബ്രെഡ് നമ്മളൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ആദ്യത്തെ ഒരു സംരംഭം എന്ന നിലയിൽ നമ്മളൊരു ശകലം എടുത്ത് ഇതിൻ്റെ നടുക്കേട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ അടുത്തതായിട്ട് ഇതിൻ്റെ ഫില്ലിങ് നമ്മളെടുത്തിട്ട് നമ്മളിതിലേക്ക് നമ്മളൊന്ന് തിരിച്ചെടുത്ത് ഇങ്ങനെ തിരിച്ചൊന്ന് വെക്കണം. തിരിച്ചിട്ട് നമ്മളിതിനെ തിരിച്ചിടേണ്ട എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മറ്റേ സൈഡ് ഒരുപാട് നമ്മൾ വെന്ത് പോയത് കരിയാൻ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. നമ്മൾ ഒന്ന് തിരിച്ചെടുത്തിട്ട് ഈക്വലായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടുന്ന ഒരുപോലെ നമ്മളിപ്പോൾ ഒരു ചപ്പാത്തി ഇടുന്ന പോലെയോ നമ്മളൊരു ദോശയൊക്കെ ചുടുന്ന പോലെ നമ്മളെല്ലാം
ഒന്ന് കറക്റ്റായിട്ടൊന്ന് ചെയ്യുക. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കയറി വരുന്നവർക്കെ നമ്മളൊന്ന് എടുത്തുനിന്ന് സെർവ് ചെയ്യുന്ന സമയത്ത് അവരും ഒന്ന് വണ്ടർ അടിച്ചു ഇതെങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെന്നുള്ള. കാരണം നമ്മൾ 2 ബ്രെഡ് ഇല്ലല്ലോ, ഒറ്റ ബ്രെഡിനകത്ത് നമുക്ക് സ്റ്റഫിങ് വരുന്നൊരു സാധനമല്ലേ. അപ്പോൾ അവരുടെയും ഒരു കിളി പോവും. അതൊക്കെ കാണുമ്പോൾ നമുക്കും ഒരാശ്വാസം, പിന്നെ ടേസ്റ്റിയാണ്, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, നമുക്കും മനസ്സിനൊരു സന്തോഷം. നമ്മളിപ്പോൾ ഒരു 4 എണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴേ. ഇതിൽ 3 എണ്ണം നമ്മൾ സ്റ്റഫിംഗ് ഒക്കെ വെച്ച് കറക്റ്റ് ആക്കിയതും ഒരെണ്ണം നമ്മൾ സ്റ്റഫിംഗ് വെക്കാതെ നമ്മൾ വെച്ച് ഉണ്ടാക്കിയതുമാണ്. നമുക്കിതിനി എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ കണ്ടോ, ഇതാണ് സംഭവം. കണ്ടോ, ഇതിനകത്ത് ഫില്ലിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ഇതാണ് സംഭവം. ഇതിനെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാറ്റി വെച്ച് നമുക്ക് അടുത്തതിനെ ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. നമ്മളിപ്പോൾ എടുത്ത് നമ്മൾ മുറിച്ച് വെച്ചാൽ ഒരു സ്ലൈസിന് എടുത്തിട്ടുണ്ട്. എടുത്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളിത് ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം എല്ലാം കറക്റ്റ് പിടിച്ചു. നമ്മൾ ഇപ്പം നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ഒരു പുതിയ ഡിഷുമായി വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്. തന്നെ നമ്മളെ വിളിച്ചിട്ട് അവാർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്തു തട്ടിട്ട് പറയാണ്, വല്ലാത്ത ധൈര്യം തന്നെ അനക്ക്.